ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തെങ്ങുകളും എന്നിപ്പോൾ പഴയ പോലെ തേങ്ങയൊന്നുമില്ല അല്ലേ മക്കളെ. അപ്പോൾ നമ്മുടെ വീട്ടിലെ അവസ്ഥ ഇതന്നെയാണ് കേട്ടോ. നമ്മൾ 5 തെങ്ങുണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരെണ്ണം പോവുകയും ചെയ്തു. ബാക്കി 4എണ്ണത്തിലെ 5-6 മാസമായി ഇട്ടിട്ട്, എന്നിട്ടിപ്പോൾ ഒരെണ്ണത്തുമ്പോൾ കയറിയപ്പോൾ അവർ പറഞ്ഞു അത് ആകെ 2 തേങ്ങയുള്ളൂ. എന്നിട്ട് ഒരെണ്ണത്തുമ്പോൾ ഇട്ടില്ല, ബാക്കി 3എണ്ണത്തുമ്പോൾ ഇട്ട് നോക്കുമ്പോൾ 2 എണ്ണത്തുമ്പോൾ ഒരെണ്ണത്തുമ്പോൾ കിട്ടി. അത്ര തേങ്ങയുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ തേങ്ങ ഉണ്ടാവുക, അതിനുള്ള ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. പണ്ടത്തെ പോലെ തന്നെ തെങ്ങ് നിറയെ തിങ്ങി തേങ്ങാക്കൊല ഉണ്ടാവാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ അത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, വേറൊന്നും അല്ല, എളുപ്പമാണ് നമുക്ക്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഉണങ്ങി കടന്നിരുന്ന തെങ്ങിൻ്റെ ചോടാണ്. അപ്പോൾ ഞാനിതെല്ലാം ഒന്നങ്ങ് കൊത്തിക്കളച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ ആട്ടിൻകാഷ്ണം കണ്ടോ, നമ്മുടെ വീട്ടിൽ ആടുണ്ട് കേട്ടോ. എന്നിട്ട് പോലും ഞാൻ ചാണകം ഇട്ട് കൊടുക്കാറില്ല, വെള്ളം നനക്കാറും ഇല്ല, അടിയൊന്നും കൊത്തിക്കളക്കാറും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കൊത്തിയിട്ട് നിങ്ങൾക്കും ചെയ്യാം കേട്ടോ. 2 ദിവസം വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആളെ വിളിക്കണമെന്നൊന്നുമില്ല, നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് വെള്ളം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് മാവാണ് കേട്ടോ, വെള്ളം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അങ്ങ് കൊത്തിക്കഴിഞ്ഞാൽ അത് നല്ലപോലെ മണ്ണ് ഇളകി കിട്ടും. ആടുണ്ട് ഇവിടെ, എന്നിട്ട് പോലും ഞാൻ ആട്ടിൻകാഷ്ടമൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് മറ്റുള്ളവരൊക്കെ വാങ്ങിച്ചിട്ട് ഇട്ട് കൊടുക്കും, ഞാൻ ഇട്ട് കൊടുക്കാറില്ല. ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീട്ടിലിപ്പോൾ തേങ്ങ ഇല്ലാത്ത കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിനുണ്ട്, പക്ഷേ നല്ലപോലെ വലിപ്പമുള്ള തെങ്ങിൻ്റെ